ലോകത്തെ ഏറ്റവും വലിയ ഗുഹ, ധൈര്യമുള്ളവർക്ക് മാത്രം പോയി കാണാവുന്ന യുഎസിലെ പ്രേതവിശ്വാസികളുടെ പേടി സ്വപ്നമായൊരു ഗുഹ. ഇവിടെ പ്രേതങ്ങൾ നിർബാധം വിഹരിക്കുന്നുവെന്നാണ് വിശ്വാസം. ഒപ്പം പല കാലങ്ങളിലായി മരിച്ചവരുടെ അസ്ഥികൂടങ്ങളും മറ്റ് അവശേഷിപ്പുകളും. നൂലാമാലകൾ പോലെ വഴിതിരിഞ്ഞു പോകുന്ന ധാരാളം ഗുഹയറകളുള്ള സംവിധാനമാണ് മാമോത്ത് ഗുഹ. യുഎസിലെ കെന്റിക്കയിൽ സ്ഥിതി ചെയ്യുന്ന ഇത് ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ള പ്രകൃതി സംവിധാനമാണ്. ചുണ്ണാമ്പുകല്ലാണ് പ്രധാനമായും ഗുഹയുടെ ഘടന. ചുണ്ണാമ്പുകല്ലിൽ കാലങ്ങളോളം സംഭവിച്ച നശീകരണമാണ് ഗുഹയ്ക്ക് വഴിവെച്ചത്. 676 കിലോമീറ്ററാണ് ഈ ഗുഹാഭീമന്റെ നീളം. കേരള സംസ്ഥാനത്തിന്റെ വടക്ക് മുതൽ തെക്ക് വരെയുള്ള നീളം 585 കിലോമീറ്ററാണ്. അതായത് മാമോത്ത് ഗുഹയ്ക്ക് കേരളത്തെക്കാൾ നീളമുണ്ടെന്ന് അർത്ഥം. 4000 വർഷങ്ങളായി ഈ ഗുഹ ഉപയോഗിക്കപ്പെടുന്നുണ്ടെന്നാണ് കണക്ക്. യുഎസിലെ നയാഗ്ര വെള്ളച്ചാട്ടം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുന്ന ഇടമാണിവിടം. എങ്കിലും ഭൂതപ്രേത പിശാചുകളെ തേടി ഇറങ്ങുന്നവരാണ് പ്രധാനമായും ഇവിടുത്തെ കാഴ്ചക്കാർ. അല്ലാത്ത പക്ഷം നല്ല ധൈര്യവാന്മാർക്കല്ലാതെ ഇവിടെ ആസ്വദിക്കാനാവില്ല. പണ്ട് യുഎസിലെ ആദിമ ഗോത്രങ്ങളാണ് ഇവിടെ കഴിഞ്ഞിരുന്നത്. അതായത് വേനൽക്കാലമാവുമ്പോൾ ആ കടുത്ത ചൂടിനെ അകറ്റുവാനായി അവർ ഗുഹയ്ക്കുള്ളിലേക്ക് താമസം മാറ്റും. അത് മാത്രമല്ല, ആ ഗോത്രങ്ങൾക്കിടയിൽ ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ശവശരീരം ഉണക്കി മമ്മികളാക്കി സൂക്ഷിക്കുന്ന ശീലവും ഉണ്ടായിരുന്നു. അങ്ങനെ അവർ അവരുടെ പൂർവികരെ മമ്മികളാക്കി ഈ ഗുഹയ്ക്കുള്ളിലായിരുന്നു സൂക്ഷിച്ചു വെച്ചത്. പിന്നീട് വർഷങ്ങൾക്കിപ്പുറം ഗുഹയിൽ നിന്ന് ഒരുപാട് മമ്മികളെ കിട്ടിയിട്ടുണ്ട്. അതുകൂടാതെ വേറെയും ഒരുപാട് അസ്ഥികൂടങ്ങളും അവശേഷിപ്പുകളുമൊക്കെ ഇവിടെ നിന്നും കണ്ടെടുത്തു. അതുകൊണ്ട് തന്നെയാണ് യുഎസിലെ പ്രേതവിശ്വാസികളുടെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി മാമോത്ത് ഗുഹ മാറിയത്. ഇവിടെ പ്രേതങ്ങൾ നിർബാധം വിഹരിക്കുന്നെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. യുഎസിന്റെ കൊളോണിയൽ വാഴ്ചക്കാലത്ത് അടിമകളെ കൊണ്ടായിരുന്നു അപകടകരമായ ഈ ഗുഹയിൽ പഠനങ്ങളും തിരച്ചിലുകളും നടത്തിയിരുന്നത്. എന്തിന്, ഇവിടെ ഒരുപാട് പേർ നിധിവേട്ടയും നടത്തിയിരുന്നു. അതിനുവേണ്ടിയും അടിമകളെ തന്നെയാണ് ഉപയോഗിച്ചത്. ഇതിനൊക്കെ ഇടയിലായിട്ട് ഈ ഗുഹയിൽ വെച്ച് ഒരുപാട് നിരപരാധികളാണ് കൊല്ലപ്പെട്ടത്. ചുരുക്കം ചിലർ മാത്രമാണ് ഇതിൽ നിന്നും രക്ഷപ്പെട്ടത്. ഇക്കൂട്ടത്തിൽ ഒരാളാണ് അക്കാലത്ത് അടിമയും പിൽക്കാലത്ത് സ്വതന്ത്രനാക്കപ്പെട്ടതുമായ സ്റ്റീഫൻ ബിഷപ്പ്. ഈ ഗുഹയുടെ വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി സ്റ്റീഫൻ നിർണായകമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. പിന്നീട് 19-ാം നൂറ്റാണ്ടിൽ ക്ഷയരോഗം യുഎസിനെ കീഴ്പ്പെടുത്തി. ഒട്ടേറെ ക്ഷയരോഗികളെ ഈ ഗുഹയ്ക്കുള്ളിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരുന്നു. ഗുഹയ്ക്കുള്ളിലെ വായു ഇവരുടെ ക്ഷയരോഗം സുഖപ്പെടുത്തുമെന്ന മിഥ്യാധാരണയായിരുന്നു ഇതിന് പിന്നിൽ. അങ്ങനെ ആ ഗുഹയ്ക്കുള്ളിൽ ക്ഷയരോഗമായി എത്തിയ ഒട്ടേറെ പേരാണ് അതിനുള്ളിൽ കിടന്ന് മരിച്ചത്. ഇനി മറ്റൊന്ന്, ഈ ഗുഹയിൽ പക്ഷികളും ചെറുമൃഗങ്ങളും മീനുകളും ഉൾപ്പെടെ 130 സ്പീഷീസുകളിലെ ജീവികൾ ജീവിക്കുന്നുണ്ട്. ഇതിൽ 12 സ്പീഷീസുകൾ ഇവിടെ മാത്രം ഉള്ളവയാണ്. അതായത് ഈ മാമോത്ത് ഗുഹയിൽ മാത്രമുള്ളവ. സദേൺ കേവ് ഫിഷ്, ആൽബിനോ ഷ്രിംപ്, ഇന്ത്യാന കേഷ്രിഫ് തുടങ്ങിയ ജലജീവികൾ, ഇന്ത്യാന ബാറ്റ്, ഈസ്റ്റേൺ പിപ്സ്ട്രെല്ല ബാറ്റ് തുടങ്ങിയ വവ്വാലുകൾ തുടങ്ങിയവയൊക്കെ ഇതിനുള്ളിലുണ്ട്. ഇതിൽ പലതും വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളാണ്. ഈ ഗുഹയ്ക്കുള്ളിൽ പണ്ട് ഖനനം നടന്നിരുന്നു. കൊളോണിയൽ കാലഘട്ടത്തിലായിരുന്നു അത്. ഗുഹയ്ക്കുള്ളിൽ നിന്ന് ഖനനം ചെയ്തെടുക്കുന്ന സോൾട്ട് പീറ്റർ എന്ന രാസവസ്തു വെടിമരുന്നുണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്നു. 1812-ൽ യുഎസിൽ നടന്ന യുദ്ധങ്ങളിൽ തോക്കുകളും പീരങ്കികളും നിറച്ചിരുന്നത് ഈ വെടിമരുന്ന് ഉപയോഗിച്ചാണ്. 1816 മുതൽ തന്നെ ഈ ഗുഹാ സംവിധാനത്തെ വിനോദസഞ്ചാരത്തിനായി ഉപയോഗിച്ചിരുന്നു. ഇന്നിത് മാമോത്ത് കേവ് നാഷണൽ പാർക്ക് എന്ന ബൃഹത് വിനോദസഞ്ചാര പദ്ധതിയുടെ ഭാഗമാണ്. വർഷം തോറും ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെ സന്ദർശിക്കുന്നുണ്ട്. ഗുഹകളുടെ നീളത്തിൽ ലോകത്ത് രണ്ടാമൻ മെക്സിക്കോയിൽ സ്ഥിതി ചെയ്യുന്ന സിസ്റ്റേമ സാക് ആക്ടുനാണ്. 335 കിലോമീറ്ററാണ് ഇതിന്റെ നീളം. മൂന്നാമത്തെ നീളൻ ഗുഹയും യുഎസിൽ തന്നെയാണ്. ജുവൽ കേവ് എന്നറിയപ്പെടുന്ന ഇതിന്റെ നീളം 289 കിലോമീറ്റർ ആണ്. യുക്രൈനിലെ ഒപ്റ്റിമിസ്റ്റിന കേവ്, യുഎസിലെ വിൻഡ് കേവ് എന്നിവയൊക്കെ 200 കിലോമീറ്ററിലധികം നീളമുള്ളവയാണ്. എന്നാൽ ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ ഗുഹ ഇതൊന്നുമല്ല. അത് ജോർജിയയിലെ കൊക്കാസസ് മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന ക്രുബേറ എന്ന ഗുഹയാണ്. ഇഴപിരിഞ്ഞു പോകുന്ന ചുരുളിഘടനകളും ഇടുങ്ങിയ അറകളും വഴിതെറ്റാനുള്ള സാഹചര്യമൊരുക്കും. വളരെ പരിചിതരായ പര്യവേഷകർ പോലും ഈ ഗുഹയിൽ വിയർത്ത ചരിത്രമുണ്ട്. ഈ അപകടകാരിയായ ഗുഹയെ കുറിച്ചറിയാൻ താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ. നമുക്ക് അടുത്ത വീഡിയോ അതിനെക്കുറിച്ച് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലല്ലോ.